ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിട്ട് കുറേ ദിവസമായെങ്കിലും നമ്മുടെ ഗ്രാൻഡ് മമ്മീനെയും കൊണ്ട് ഇതുവരെ ദുബായ് മാളും ബുർജ് ഖലീഫയും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതിനു വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി മെട്രോ കയറി നേരെ ദുബായ് മാളിലേക്കാണ് പോകുന്നത്. മറ്റേ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് കാണാനാണ്. അതെ കാണുന്നത് ബുർജ് ഖലീഫ. ആ, ഇടയ്ക്ക് ബിൽഡിങ്ങിലേക്ക് നോക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ മെട്രോ ഇറങ്ങി നടന്ന് ദുബായ് മാളിലേക്ക് കയറാൻ പോവാണ്. ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇതിൻ്റെ മുകളിലൊന്ന് കയറിയായിരുന്നെങ്കിൽ, ഇതിൻ്റെ ചോട്ടിലൊന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്. ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി കൊതി തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വരുന്നത് ഞാൻ ഓർത്തല്ല. ഞാനിപ്പോൾ ഇവിടെ എത്തി. മച്ചി ഇവിടെ വെക്ക, ഞങ്ങൾ ദുബായ് മാളിലേക്ക് കയറാൻ പോവാ. കയറേ. ആ, ഇത് മാള തുടങ്ങണത്. ആ, ഇത് വലിയ മാള. ഇതേച്ചി മനുഷ്യൻ്റെ തലയോട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാ. ഇത് അവിടെ കറുപ്പിരിക്കണു, ബാക്കിലേക്ക് നോക്കി. കണ്ടോ? അവിടെ നോക്കിയാ മച്ചി, ഇതേ ലൈറ്റ് കിടക്കണ നോക്ക്. ഉമ്മച്ചി നടന്നോ? മാളിങ്ങനെ ഉണ്ടല്ലോ മച്ചി, ഭയങ്കര. നടന്ന് കാണാണെങ്കിൽ ഒരുപാടുണ്ട് നടക്കാൻ. സമയമില്ല. ഒരു ഉമ്മച്ചി നടന്ന എത്തൂല. പിന്നെ അത്ര വണ്ടി ഓടുമല്ലോ. ഉമ്മച്ചിയുടെ പുറകിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്. തിരിഞ്ഞു നോക്ക്. ആ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്. അതിന്റെ ഹൈറ്റ് നോക്ക്. ബുർജ് ഖലീഫ കണ്ട് ആസ്വദിച്ചുകൊണ്ട് കിടക്കാണ് കൈ. അതിന്റെ മേളിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കടെയാണ്. നമുക്ക് നോക്കാം കയറാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ബുർജ് ഖലീഫ ടോപ്പിൽ കയറാൻ പറ്റുമോ നമുക്ക് ചോദിച്ചു നോക്കാം. ബുർജ് ഖലീഫയുടെ മേളിൽ കയറാൻ പോണതിന്റെ സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. വേണ്ട, ഒന്നേ തുടങ്ങും. ഇതിങ്ങനെ ഇരുന്നാലും സ്ഥലമാണ് ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്, ഓരോരോ സ്റ്റേജുകൾ. എങ്ങനെയുണ്ട് വെച്ച് ലിഫ്റ്റിൽ കയറിയിട്ട് ഇപ്പൊ 14ാമത്തെ നില എത്തി. തോന്നണ്ടോ? നമ്മൾ 125ാമത്തെ നിലയിലേക്ക് നിസ്സാര നേരം കൊണ്ട് എത്തും. ഇറങ്ങോളൂ. ഇപ്പൊ 40ാമത്തെ നില എത്തി. ചെവി അടിയല്ലേ അല്ലേ? അടച്ചുപിടിക്കണ്ട. എത്താറായി. എവിടെ വെച്ച് എത്തിയേക്കണേ? 124. താഴേക്ക് നോക്ക്. ആ, ഇതിപ്പോ തന്നെ ദുബായ് മൊത്തം കണ്ടില്ല അമ്മച്ചേ. ഒറ്റ വര പോലെ. കണ്ടിട്ട് മതിയായില്ലേ? അങ്ങനെ നമ്മളെ ബുർജ് ഖലീഫയും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ദുബായ് മാളിലേക്ക് പോവാണ്. അടുത്തതായിട്ട് അക്വേറിയം കാണാൻ. കേട്ടോ അമ്മച്ചി? അക്വേറിയം കാണാൻ അതിൻ്റെ അകത്തുണ്ട്. അതേന്നേ വെട്ട തെളിഞ്ഞ് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ഇത് എവിടെന്നാ വന്നെ, ഇങ്ങോട്ടാ പോണേന്ന്. ചൈന മാർക്കറ്റിൽ എത്തിച്ച് ഐസ്ക്രീം ആണ് കൊടുത്തത്. അത് അമ്മച്ചി കഴിച്ചതാ. അമ്മച്ചി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളാണെങ്കിൽ വണ്ടി കയറിയിട്ടും ദുബായ് മാളിൻ്റെയും വാട്ടർ ഫൗണ്ടൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.